Hi friends, welcome to Sakshi Kitchen. ഇന്ന് നമുക്ക് കുഴിപ്പനിയാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി വരാം. അപ്പോൾ പനിയാരം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കി വരുന്ന ഇഡ്ഡലി മാവ് കൊണ്ടോ അതോ ദോശമാവ് കൊണ്ടോ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇത് 2 കപ്പിനടുത്ത് മാവുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇത് 2 ചെറിയ സവാള അരിഞ്ഞതാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ആണ്, അതും കൂടി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇത് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില അരിഞ്ഞത്. ഇനി വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത ഇഡ്ഡലിമാവോ ദോശമാവോ ആണെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. ഇത് ഉപ്പ് ചേർക്കാത്ത മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ്, അതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനടുത്ത് കായപ്പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ പനിയാരം തയ്യാറാക്കാനായിട്ട് ഉണ്ണിയപ്പക്കാര വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പക്കാര എടുക്കുന്നെങ്കിൽ ഓയിൽ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുഴിപ്പനിയാരം റെഡിയായി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. ഇതിൻ്റെ ഒപ്പം ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.